Assalamualaikum, welcome back. Saju's Family Foods. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഒന്നുമല്ല, എന്നാലും എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള റൈസാണിത്. അതുപോലെ എന്താ പറയുക, ഇത് ഞാൻ വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൂടിയപ്പോൾ സുബൈർഖാൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടിയപ്പോൾ അന്ന് മഗ്ലൂബ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നമ്മൾ മുന്നേ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കില്ല അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം കേട്ടോ. അപ്പോൾ കണ്ടോളാം. പിന്നെ നമ്മൾ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നോർമലി വെള്ളമായാലും കുഴപ്പമില്ല, അതിലിട്ട് വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ. ഞാൻ അതിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാ വെജിറ്റബിൾസും ഇതേപോലെ ഫ്രൈ ചെയ്യണം. എന്നിട്ട് വെജിറ്റബിൾസിൻ്റെ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് മാറ്റി വെക്കുക, ഫുള്ളായിട്ടല്ല. എന്നിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വെജിറ്റബിൾ ഫ്രൈ ചെയ്യുന്ന ഓയിൽ നമ്മൾ എന്തിനെടുത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് നമുക്കതിലൊന്ന് റോസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ലാസ്റ്റും കുറച്ചും കൂടെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് നമുക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും. അതുപോലെ ചെയ്താൽ മതിയേ. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ഷോർട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാതും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റാണ് ഞാൻ വീഡിയോ എടുത്തത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടിട്ടുള്ള ഓയിലില്ല മാറ്റി വെക്കാൻ പറഞ്ഞ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളവൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി ഇനി ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ റൈസ് 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് പിന്നെ ഡ്രൈൻ ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഈ പിന്നെ ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോഴേ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ലേ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് റൈസ് ജസ്റ്റ് ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ നല്ലോണം കളർ കാണിക്കുന്നുണ്ട്, ഇത്ര തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്പിലാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ. ചെമ്പിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇതിലും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ആണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസ് പകുതി വെച്ചിട്ടുള്ളൂ കേട്ടോ, മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടില്ല. ബാക്കി നമ്മൾ ഫുള്ളായിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മേലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ. റൈസ് ഇട്ട് കൊടുത്തിട്ട് 1:2 എന്ന അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അല്ലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ കറക്റ്റിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അലുമിനിയം ഫോയിലിട്ട് നല്ലോണം കവർ ചെയ്യുക. അടിയിൽ കണലൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു 3/4 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് റൈസിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ജസ്റ്റ് നോക്കി നോക്കാം. ഓരോ റൈസും ഓരോരോ മോഡലല്ലേ. എന്നിട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടെ വെച്ചാൽ മതി കേട്ടോ. ഞാൻ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴേ എൻ്റെ റൈസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നല്ലോണം പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് വെജിറ്റബിൾസ് പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ചെമ്പിൽ വെക്കുന്ന ടൈമിൽ. ബാക്കി നമ്മൾ മേലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു പോട്ടിലോട്ട് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ കാണാൻ നല്ല രസം. നമ്മൾ വെജിറ്റബിൾസും ചിക്കനും എല്ലാതും കൂടെ മിക്സ് ആയിട്ടുണ്ടാവുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചിക്കൻ ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. കാണുമ്പോഴേ വായിൽ വെള്ളം വരും, അത്രയ്ക്കും ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പെഷ്യലായിട്ട് ആരെങ്കിലും വരുമ്പോഴൊക്കെ വെറൈറ്റി ആയിട്ട് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കാറുള്ളത് ഈ മഗ്ലൂബയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു
റൈസാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.